ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു തിമോർ ലെസ്തയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. 7 സംസ്ഥാനങ്ങളിൽ 24,657 കോടി രൂപയുടെ 8 റെയിൽവേ പദ്ധതികൾക്കും അംഗീകാരം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 6ാം മെഡൽ. പുരുഷ വിഭാഗം 57 കിലോഗ്രാം ഗുസ്തിയിൽ അമൻ സെഹ്റാവത്തിന് വെങ്കലം. ബ്രസീലിൽ ജനവാസ മേഖലയിൽ യാത്രാവിമാനം തകർന്ന് 61 മരണം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തിമോർ ലെസ്തയിലെ ഡിലിയിൽ എത്തി. തിമോർ ലെസ്തയിലെ ഉന്നത നേതൃത്വവുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും. IT, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച് തിമോർ ലെസ്തെ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതി ചർച്ച നടത്തും. കൂടാതെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീമതി മുർമു സംവദിക്കും. തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രത്തലവനാണ് ശ്രീമതി മുർമു. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട് സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ കണ്ണൂരിലെത്തുന്ന അദ്ദേഹം തുടർന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന്റെ വ്യോമ നിരീക്ഷണം നടത്തും. ഉച്ചയ്ക്ക് 12:15 ഉരുൾപൊട്ടൽ ബാധിത പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പും ആശുപത്രിയും ശ്രീ മോദി സന്ദർശിക്കും. മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതരുമായും അതിജീവിച്ചവരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. തുടർന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പരിക്കേറ്റ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും അദ്ദേഹത്തെ അനുഗമിക്കും. ചികിത്സ തേടിയവരിൽ 48 പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനാർത്ഥം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം OP സേവനങ്ങൾ രാവിലെ 8:30 മുതൽ 11 മണിവരെ മാത്രമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വയനാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങി ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തിരച്ചിലുണ്ടാകില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. സന്നദ്ധ പ്രവർത്തകർ, തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രവേശനമുണ്ടാകില്ല. നാളെ ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് 2000 കോടി രൂപയുടെ കേന്ദ്ര സഹായം തേടുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്നും ഇതിനായി സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 125ഓളം വീടുകൾ കണ്ടെത്തിയതായും ഉപസമിതി അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കുറഞ്ഞത് 90 ദിവസം വേണ്ടിവരും. ദുരന്ത ബാധിതർക്ക് സമാശ്വാസ തുക അടിയന്തരമായി നൽകേണ്ടതുണ്ടെന്നും ഉപസമിതി അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 2024-25 മുതൽ 2028-29 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ നടപ്പാക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 2 കോടി വീടുകൾ ഗ്രാമപ്രദേശങ്ങളിലും 1 കോടി നഗരപ്രദേശങ്ങളിലുമാണ് നിർമ്മിക്കുക. പദ്ധതിക്കായി 3,60,000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി പ്രകാരം നഗരപ്രദേശങ്ങളിൽ വർക്കിംഗ് വിമൻ ഹോസ്റ്റൽ എന്ന വ്യവസ്ഥയുണ്ടെന്നും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗം, ലോ ഇൻകം ഗ്രൂപ്പ്, മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്നീ വിഭാഗങ്ങൾക്ക് ഇതിനായി ഭവന വായ്പയ്ക്ക് 25 ലക്ഷം രൂപ വരെ പലിശ സബ്സിഡി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷി കർഷകക്ഷേമ മന്ത്രാലയം നിർദ്ദേശിച്ച ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാമിന് സർക്കാർ അംഗീകാരം നൽകി. 1765 കോടിയിലധികം രൂപയുടെ ഗണ്യമായ നിക്ഷേപത്തോടെ ഈ സംരംഭം ഇന്ത്യയിലെ ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും മികവിനും സുസ്ഥിരതയ്ക്കും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. നൂതന ജൈവ ഇന്ധന പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി പരിഷ്കരിച്ച പ്രധാനമന്ത്രി G1 യോജനയ്ക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി
റെയിൽവേ മന്ത്രാലയത്തിന്റെ 24,657 കോടി രൂപയുടെ 8 പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഒഡീഷ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, ബീഹാർ, തെലങ്കാന, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടതാണ് പദ്ധതികൾ. അഭിലാഷ ജില്ലകൾക്കും ഗോത്രവർഗ മേഖലകൾക്കും ഈ പദ്ധതികളിലൂടെ വലിയ വികസനം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾ, വളം, കൽക്കരി, ഇരുമ്പയിര്, ഉരുക്ക്, സിമന്റ് തുടങ്ങിയവയുടെ ഗതാഗതത്തിന് ആവശ്യമായ പാതകളാണ് നടപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാരീസ് ഒളിമ്പിക്സ് പുരുഷ വിഭാഗം 57 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ അമൻ സെഹ്റാവത്തിന് വെങ്കലം. പോർട്ടറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെ തകർത്താണ് വെങ്കല നേട്ടം. ഇന്ത്യയുടെ 6ാം മെഡലാണിത്. വിശദാംശങ്ങളുമായി പാരീസിൽ നിന്നും ആകാശവാണിക്ക് വേണ്ടി വി ശിവകുമാർ. ഇന്ത്യയുടെ അമൻ സെഹ്റാവത്താണ് 57 കിലോ കാറ്റഗറി ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ പോർട്ടോറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെ കീഴ്പ്പെടുത്തി ഇന്ത്യയ്ക്ക് ഒരു വെങ്കല മെഡൽ സമ്മാനിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളായി 21-കാരനായ അമൻ. PV സിന്ധു ആയിരുന്നു ഇതിനു മുൻപ് പ്രായം കുറഞ്ഞ കായിക താരം. ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ റിലേ ടീമുകൾ പാരീസിൽ മത്സരത്തിനിറങ്ങി. പക്ഷേ മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ്, ആമോ ജേക്കബ് എന്നിവർ അടങ്ങിയ ഇന്ത്യൻ ടീം ഹീറ്റ്സിൽ ക്വാളിഫൈ ചെയ്യാനാകാതെ പുറത്തായി. വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് വേണ്ടി MR പൂവമ്മ, ജ്യോതിക, വിദ്യ രാംരാജ്, ശുഭ വെങ്കടേശൻ എന്നിവരാണ് ഇറങ്ങിയത്. രണ്ടാമത്തെ ഹീറ്റിൽ ഇന്ത്യൻ ടീം ക്വാളിഫൈ ചെയ്യാനാകാതെ അവസാനം ഫിനിഷ് ചെയ്തു. ഗോൾഫിൽ ഇന്ത്യയുടെ അതിഥി അശോക് ഇപ്പോൾ 40ാം സ്ഥാനത്തും ദീക്ഷ ഡാഗർ 42ാം സ്ഥാനത്തുമാണ്. ഇനി ഇന്നത്തെ ഒരു റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. മെഡൽ പ്രതീക്ഷയൊന്നും ഇന്ത്യക്കില്ല. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം അമൻ സെഹ്റാവത്തിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഗെയിംസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ ഗുസ്തി താരങ്ങളിൽ ഒരാളായ അമന് പ്രതീക്ഷ നൽകുന്ന ഭാവിയാണ് മുന്നിലുള്ളതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അമന്റെ അചഞ്ചലമായ അർപ്പണബോധവും സ്ഥിരോത്സാഹവും ആഗോളതലത്തിൽ രാജ്യത്തിന് അഭിമാനം പകർന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യം മുഴുവൻ അമൻ സെഹ്റാവത്തിന്റെ ശ്രദ്ധേയമായ നേട്ടം ആഘോഷിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ ഗെയിംസ് ഇനത്തിൽ ഇന്ത്യയുടെ ശേഷിക്കുന്ന മത്സരാർത്ഥിയായ ഗുസ്തി താരം റീതിക ഹൂഡ ഇന്ന് വനിതകളുടെ 76 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ മത്സരിക്കും. 22-കാരിയായ താരം ഹംഗറിയുടെ ബെർണാഡെറ്റ് നാഗിയെയാണ് ആദ്യ റൌണ്ടിൽ നേരിടുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഗോൾഫിൽ ഇന്നലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാത്ത അതിഥി അശോകും ദീക്ഷ ഡാഗറും ഇന്ന് വനിതാ വിഭാഗത്തിന്റെ അവസാന റൌണ്ടിൽ മത്സരിക്കും. 33ാമത് ഒളിമ്പിക്സിന് നാളെ പാരീസിൽ സമാപനമാകും. ബ്രസീലിൽ ജനവാസ മേഖലയിൽ യാത്രാ വിമാനം തകർന്ന് 61 മരണം. സാവോ പോളോയ്ക്ക് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പ്രദേശത്തെ ഒരു വീട് പൂർണ്ണമായും തകർന്നു. എന്നാൽ താമസക്കാർക്ക് ആർക്കും പരിക്കേറ്റില്ല. 57 യാത്രക്കാരും 4 ജീവനക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നതായി ബ്രസീലിയൻ വിമാന കമ്പനി അറിയിച്ചു. സാവോ പോളോ വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം ഉണ്ടായത്. വിവിധ മേഖലകളിലെ താൽപര്യവും ക്ഷേമവും അടിസ്ഥാനമാക്കി യോജിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യ മാൽദീവ്സ് സഹകരണത്തിന്റെ അടിത്തറയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മാൽദീവ്സ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഫലപ്രദമായ ചർച്ചകളാണ് നടന്നതെന്ന് ശ്രീ ജയശങ്കർ സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. മാനസികാരോഗ്യം, കുട്ടികൾക്കുള്ള സ്പീച്ച് തെറാപ്പി, പ്രത്യേക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ 6 വികസന പദ്ധതികൾ ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാൽദീവ്സ് സാമ്പത്തിക വികസന വ്യാപാര മന്ത്രാലയവും ചേർന്ന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിന്റെ ധാരണാപത്രവും ഒപ്പുവച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാൽദീവ്സിൽ എത്തിയത്. 18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ എംപിമാർക്കായി പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ അവകാശ സംരക്ഷകനായ സ്പീക്കർ ഒരു പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനും അടിസ്ഥാനമായി അല്ല പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു തിമോർ ലെസ്തയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. 7 സംസ്ഥാനങ്ങളിൽ 24,657 കോടി രൂപയുടെ 8 റെയിൽവേ പദ്ധതികൾക്കും അംഗീകാരം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 6ാം മെഡൽ. പുരുഷ വിഭാഗം 57 കിലോഗ്രാം ഗുസ്തിയിൽ അമൻ സെഹ്റാവത്തിന് വെങ്കലം. ബ്രസീലിൽ ജനവാസ മേഖലയിൽ യാത്രാ വിമാനം തകർന്ന് 61 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.